അതെ, മമ്മൂക്കാടൊക്കെ മുന്നിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പരിപാടിയല്ല. ബേബി ജീന് നിങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതൊക്കെ ഡയറക്ടർ പറഞ്ഞത് തന്നെയാണ് അങ്ങനെ നോക്കണം ആയിരുന്നു. കൃഷ്ണദാസ് പറഞ്ഞ തന്നെ ആ മറ്റേത് 7ാം അറിവ് റെഫറൻസ് ആണ്. അല്ല, ഈ കോമഡി അല്ലെങ്കിൽ ഇപ്പൊ കോമഡി ഒക്കെ എന്ന് പറഞ്ഞാലും വർക്കൗട്ട് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ഇവൻ എന്താ കാണിച്ചെന്നൊക്കെ ചോദിക്കും ആളുകൾ. എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ടോ? പിന്നെ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ ഈ ടൂറിന് പോയി എന്ന് വെറുതെ പറയുന്നതല്ല, ശരിക്കും ടൂറിന് പോയ പോലെ ആയിരുന്നു. അതായത് ആക്ഷൻ എന്ന് പറയുമ്പോ അങ്ങനെയല്ല, നമ്മൾ ആ മഞ്ഞുമലിന്റെ ഷൂട്ട് തുടങ്ങി അവസാനിക്കുന്നത് വരെ ഒരു ടൂറിന് പോയ പോലെ തന്നെയായിരുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോ മനസ്സിൽ തോന്നിയ കാര്യം ഒരു ഒറ്റ വാക്കിൽ പറയാം. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയപ്പോ ഇതോടുകൂടി ഇത് അവസാനിച്ചു എന്ന് വിചാരിച്ചു. എല്ലാവരുടെയും മുന്നിൽ ഹായ്, ഹലോ, നമസ്കാരം. പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കനായ അഭിരാം രാധാകൃഷ്ണനാണ് ഇന്നെന്റെ കൂടെയുള്ളത്. നമസ്കാരം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നാളുകൾക്ക് മുന്നേ സുഭാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വന്നിരുന്നത് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. ഇപ്പൊ സുഭാഷ് എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ മുഖം ഓർമ്മ വരുന്ന ചേട്ടന്റെ ആയിരിക്കും. അതെ, അപ്പൊ ഏറ്റവും കൂടുതൽ അതായിരിക്കും. അപ്പൊ ഏറ്റവും പുതിയ വിശേഷം കറക്കമായിരിക്കും. ഇപ്പൊ കറക്കം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു പ്രേക്ഷക പ്രതികരണമൊക്കെ? നല്ല പ്രതികരണമാണ്. ഹൊറർ, കോമഡി, മ്യൂസിക്കൽ അങ്ങനത്തെ ഒരു ജോണറിൽ അടുത്ത കാലത്തൊരു സിനിമ വന്നതായിട്ട് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രതികരണവും വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. എല്ലാം ഉൾക്കൊള്ളുന്നു. അല്ല, എനിക്ക് സിനിമ കണ്ടപ്പോ തോന്നിയത് അധികം ലാഗിങ്ങോ ബോറിങ്ങോ ഒന്നുമില്ല. കുറച്ച് ചെറിയൊരു സിനിമ, പക്ഷെ അതില് ചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു പാരാസൈക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ ക്യാരക്ടർ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണുമ്പോ നോർമലായി പോകുമ്പോ സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ സെറ്റ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി സുഭാഷ് ചേട്ടൻ എന്റെ അടുത്ത് ഈ കഥ കുറച്ച് മുന്നേ പറഞ്ഞതും എനിക്ക് ആ കഥ നന്നായിട്ട് അറിയാവുന്നതും ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ശ്രീനാഥ് ബാസി അടുത്ത സുഹൃത്താണ്. പിന്നെ സുഭാഷ് ചേട്ടൻ എനിക്ക് കുറച്ചു കാലമായിട്ട് അറിയാം. ചാൾസ് എന്റർപ്രൈസിന്റെ സമയത്ത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടിരുന്നതാണ്. പക്ഷെ സമയത്തിന്റെ ചില കാരണങ്ങൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ തൊട്ട് സുഭാഷ് ചേട്ടനായിട്ടൊരു കമ്മ്യൂണിക്കേഷനും ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയിൽ സഹകരിക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഭരതനാട്യം, അത് കഴിഞ്ഞിട്ട് മോഹിനിയാട്ടമായിരുന്നു. അത് ശരിക്കും പറഞ്ഞ ഒരു കരിയർ ബ്രേക്ക് ആയിരുന്നല്ലോ ആ ഒരു ക്യാരക്ടർ. അപ്പൊ ആ ഒരു സുഭാഷ് എന്നുള്ള ഒരു ക്യാരക്ടർ നമ്മളെപ്പോഴും ചേട്ടന്റെ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കഥാപാത്രം. ആ സിനിമയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ആ കഥാപാത്രത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക? അത് ഈ പറഞ്ഞതുപോലെ ആ കഥാപാത്രത്തിനൊരു റിയലിസ്റ്റിക്, എല്ലാ കഥാപാത്രങ്ങൾക്കും ഇപ്പൊ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോഴാണ് കഥാപാത്രങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഒരു തരത്തിലുള്ള ഒരു സംഭവം വന്നിരിക്കുന്നത്. അതായത് കമേഴ്ഷ്യൽ വാല്യൂ കൂടുതലുള്ള കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളുള്ള കഥാപാത്രം വന്നിരിക്കുന്നത് മോഹിനിയാട്ടത്തിലാണ്. പക്ഷെ ഭരതനാട്യം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു കഥയും വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളിലൂടെ വളരെ നാച്ചുറൽ ആയിട്ട് ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് മോഹിനിയാട്ടം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയൊരു ചാലഞ്ചൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഞാൻ എന്താണോ നമ്മുടെ ഒരു പരിപാടികൾ എന്താണോ അതിന് ഏകദേശം സാമ്യമുള്ള, ഏകദേശം ഞാൻ പറഞ്ഞു, പൂർണ്ണമായിട്ടല്ല, ഏകദേശം നമുക്കത് അറിയാവുന്ന ഒരു പാറ്റേണിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ വളരെ, പിന്നെ സൈജോട്ടനൊക്കെ ആയിട്ട് മുന്നേ പരിചയമുള്ളത് കൊണ്ടും അതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അല്ല, ഭരതനാട്യം സിനിമ ഇറങ്ങിയ സമയത്ത് OTT വന്നപ്പോ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും, ആളുകളൊക്കെ കണ്ടൊരു സിനിമയായിരുന്നു. അതിലത്തെ ഒരു ക്യാരക്ടർ പറയുമ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഒരു മോഹിനിയാട്ടം ഇറങ്ങിയ സമയത്ത് ചേട്ടന്റെ ക്യാരക്ടർ ഉണ്ടാവുമോന്നുള്ളൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? വിചാരിച്ചിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടറിൽ വരും, സെക്കൻഡ് പാർട്ട് ഉണ്ടാവും തന്നെ വിചാരിച്ചിരുന്നില്ല. ആ ചർച്ചകൾ നടക്കുന്നത് ഞാൻ അറിയുന്നില്ലല്ലോ. നമ്മളെ ഭരതനാട്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ സിനിമകളൊക്കെ ആയിട്ട് പോവില്ല. അപ്പോൾ ഒരു ദിവസം ലാൽ മീഡിയയിൽ ഡബിങ്, ഞാൻ വേറൊരു പടത്തിന്റെ ഡബിങ്ങിന് പോയപ്പോൾ അവിടെ സൈജോട്ടൊക്കെ ഉണ്ട്. ചേട്ടൻ പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കരുത്, നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുണ്ട്, സുഭാഷിന് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന്. സന്തോഷം, വളരെ സന്തോഷം തന്നെ. അത് വളരെ സർപ്രൈസ് ആയിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് 2-3 മാസത്തില് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് അതില് ശരിക്കും ആ ഒരു പേര് കൊടുത്തിരിക്കുന്നതാണ് രണ്ടുപേർക്ക്. ബേബിജിന്റെ ക്യാരക്ടർ വന്നപ്പോ ഈ പേര് ക്യാരക്ടർ ഏകദേശം സെയിം വരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബേബിജിന്നൊക്കെ വന്ന് ഈ ഒരു ടീം രണ്ടാമത് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടാമത് വന്നപ്പോഴേക്കും കുറെ ആൾക്കാർ വന്നല്ലോ. സുരാജേട്ടൻ, എനിക്ക് സുരാജേട്ടനായിട്ട് ഒരു ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ.
സുരാജേട്ടൻ അവിടെ ബോഡി ആയിട്ട് കിടക്കുമ്പോൾ ഞാൻ അതല്ലാതെ എനിക്കൊരു അഭിനയിച്ച കോമ്പിനേഷൻ ഇല്ല. പക്ഷെ വിനയ് ഫോർട്ട്, സുരാജേട്ടൻ, ഇപ്പം അന്തരിച്ച സന്തോഷേട്ടൻ, അതും ഒരു നമ്മളൊരു ഞാൻ സന്തോഷേട്ടൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. സന്തോഷേട്ടൻ്റെ ഒരു അനന്തരവനുണ്ട്, ദീപന്റെ സുഹൃത്താണ്. അപ്പൊ നമ്മൾ പലപ്പോഴും സന്തോഷേട്ടനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭരതനാട്യത്തിൽ നേരിട്ട് കാണുകയും ഒരുമിച്ച് അഭിനയിക്കുകയും അങ്ങനെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പുതിയ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നിസ്താർ സൈറ്റ് ഭരതനാട്യത്തിലോട്ട് മോഹിനിയാട്ടത്തിലോട്ട് വരുമ്പോഴുള്ള പുതിയ ആൾക്കാരുടെ നിസ്താർ സൈറ്റ്, അതുപോലത്തെ ഒരുപാട് പുതിയ ആക്ടേഴ്സ് വരികയും അപ്പം ഭരതനാട്യം ഫാമിലി ഒന്നും കൂടെ എക്സ്പാൻഡ് ആവുകയും ചെയ്ത. അല്ലെ, നമ്മള് കൊറേ ആ മോഹിനിയാട്ടത്തിലെ കുറെ ആർട്ടിസ്റ്റുകൾ ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഇത്രയും ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് നമ്മൾ ഇത്രയും ഒരു ഹിറ്റ് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ രണ്ടാമത് സിനിമ ഇറങ്ങുന്ന സമയത്ത്? ഉറപ്പായിട്ടും സൈജോട്ടനും കൃഷ്ണദാസ് അതിന്റെ ഡയറക്ടറിനും പിന്നെ തോമസ് ചേട്ടനും എല്ലാവർക്കും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത് ഉറപ്പായിട്ട് ഹിറ്റ് ആവുന്നു. നമ്മളൊക്കെ ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് അങ്ങനെ അങ്ങോട്ട് പോയി അല്ലേ? ഇനിയും അടുത്ത പാട്ട് വരുന്നൊക്കെ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ പ്രതീക്ഷിക്കാതെ പോലെ ഇനിയിപ്പോ അടുത്ത പാട്ടിൽ വരുമായിരിക്കും. അവന്റെ ദാസന്റെ കഴിവാണ്. പക്ഷെ അത് അവനൊരു ഭരതനാട്യത്തിനേക്കാളും മോഹിനിയാട്ടത്തിനെ അവന് എലവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആസ് എ ഡയറക്ടർ അവൻ ഒരുപാട് വളർന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പൊ അവന്റെ അടുത്ത സിനിമ ഏതായാലും അത് ഇതിനേക്കാളും മികച്ചതായിരിക്കും. കോൺഫിഡൻസ് എന്തായാലും കൂടിയിട്ടുണ്ടായിരിക്കും അവർക്ക്. എന്തായാലും അത് അടുത്ത സിനിമ വരുന്നത് ഇതിനേക്കാളും മികച്ച സിനിമകൾ അവന്റെ ഭാഗത്തുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആ സിനിമ കഴിഞ്ഞപ്പോ അവരെല്ലാരും പറഞ്ഞൊരു കാര്യം, പല സീനിലും ഉണ്ടല്ലോ, ഓരോരുത്തർ ഇപ്പൊ കലാരഞ്ജനി ചേച്ചിയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ചിരി അടക്കാൻ പോലും പറ്റിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഓർമ്മയില്ല, പിന്നെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഹ്യൂമർ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പലരും സ്പോട്ടിൽ പലതും ചെയ്യുന്ന സമയത്ത് അത് പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സമയത്ത് ഒരു ചിരി വരുമല്ലോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് പണ്ടത്തെ ആർട്ടിസ്റ്റുകൾ പറയൂല, നമ്മൾ ഓരോ ഡയലോഗ് കയ്യിൽ നിന്ന് അങ്ങനത്തെ അതേപോലത്തെ സാഹചര്യങ്ങൾ ഏതെങ്കിലും സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഡയലോഗ് പറയുന്നത്? ഉറപ്പായിട്ടും അതും എനിക്ക് സ്പെസിഫിക്കലി ഓർമ്മയില്ല. പല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇന്നോവേറ്റ് ആ സമയത്ത് നമുക്ക് തോന്നുന്നതാണ് പല കാര്യങ്ങളും. പിന്നെ പലപ്പോഴും ഞാൻ സ്ക്രിപ്റ്റിനെ കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് എൻ്റെ അടുത്ത് കൈ നീടാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് എൻ്റെ ഒരു പോരായ്മയാണ്. കാരണം മറ്റു പല ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞ ആൾക്കാർക്ക് അപ്പൊ ഞാനും അങ്ങനെയല്ലോ തോന്നുന്നു. പക്ഷെ അതല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളും നിമിഷ നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യുന്നതൊക്കെ. അത് നമ്മൾ പണ്ട് പോലെ മലയാള സിനിമയിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ അതിന് ശ്രമിക്കും, പക്ഷെ അത് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഞാൻ ഡയറക്ടറത്തിന്റെ പറഞ്ഞു ഇതന്നെ വല്ലതും പറഞ്ഞു. അല്ല, ചില ആർട്ടിസ്റ്റുകൾ പറയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്രീഡം കിട്ടുമായിരിക്കുമല്ലോ. ഇപ്പൊ ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജാനമൻ ആയാലും അങ്ങനെ കുറെ സിനിമകൾ ചെയ്തോണ്ട് തന്നെ ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു സിനിമകളിലൊക്കെ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ടീമിന്റെ കൂടെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതൊരു ഇതല്ലേ, നമ്മളൊരു ടീമിന്റെ കൂടെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ടൂറിന് പോകുന്നത്, നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ കൂടെ ടൂറിന് പോകുന്നത്, രണ്ടും നമ്മൾ സ്ഥലങ്ങള് മനോഹരമാണെങ്കിലും ആ സംഘം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. നമ്മൾ നല്ല സ്ഥലത്താണ് പോകുന്നത്. ഒരു കാശ്മീരിൽ പോകുന്നു, നിങ്ങൾ ടൂറിന് പോകുന്നു, അപ്പൊ നിങ്ങൾ പരിചയമുള്ള ആൾക്കാരുടെ കൂടെ പോകുന്നു. എന്നാലും കാശ്മീർ തന്നെയാണല്ലോ. പക്ഷെ നമ്മുടെ സംഘം അതിന് വ്യത്യാസം വരുത്തുവരെ. അപ്പൊ അങ്ങനെ ഉണ്ടാവും, നമുക്ക് പരിചയമുള്ള ആൾക്കാരാകുമ്പോ കൊറേ വരുണ്ടാവും. അതിലേറ്റവും കൂടുതൽ പറയണത് ജാനമനിലെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ. അതിൽ ഇതേപോലെ തന്നെ അപ്പുറത്ത് ഒരു വിവാഹം നടക്കുന്നു, അല്ലെ ഒരു മരണം നടക്കുന്നു, അപ്പുറത്ത് ഈ ഒരു സീൻ നടക്കുന്ന ബർത്ത്ഡേ നടക്കുന്നു. അപ്പൊ ചേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു കാറ്ററിംഗിന്റെ ഒരാളായിട്ടുള്ളവരാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് ഓർമ്മിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ആ ക്യാരക്ടറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു അഭ്യസ്ത വിദ്യനായ ചെറുപ്പക്കാരനാണ്. വേറെ തൊഴിലൊന്നും കിട്ടാത്തതുകൊണ്ട് സ്വയം തൊഴിലായിട്ട് ഇറങ്ങിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ന തൊഴിലൊന്നുമില്ല, എല്ലാ തൊഴിലും എടുക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഓട്ടോറിക്ഷയിൽ പെട്ടി ഓട്ടോറിക്ഷനകത്ത് സകലമാന സാധനങ്ങളും ഉണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ പ്ലക്കാർഡ് ഉൾപ്പെടെ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ, അപ്പൊ അതൊരു ഭയങ്കര ലൈഫുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നു. അത് അവര്
ചിദംബരവും ഗണപതിയും സ്വപ്നേഷ് വരച്ചാൽ എന്ന് പറഞ്ഞ ഒരു 3 പേരും കൂടെയാണ് ആ സിനിമ എഴുതിയത്. ഇവരുടെ കഥ, ചിദംബരത്തിന്റെ കഥ അവർ 3 പേരും കൂടെ എഴുതിയത്. അവർ എഴുതുമ്പോൾ തന്നെ ആ ക്യാരക്ടറിനെ അമ്മ രീതിയിൽ അവർ എഴുതി. ആ രീതിയിൽ എഴുതിയത് കൊണ്ടാണ് അത് അങ്ങനെ. പക്ഷെ ആ കറക്റ്റ് ആയിട്ട് ഒരു കാസ്റ്റിംഗ് ചെയ്തപ്പോ അത് എന്തായാലും അപ്പൊ നമ്മളിലേക്ക് വന്നു. അത് ഭാഗ്യം കൊണ്ട് നമ്മളിലേക്ക് വന്നു. എന്നിലേക്ക് ആ ക്യാരക്ടർ എത്തി. അത് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്തു. സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയാണ്. കൂടെ അഭിനയിക്കുന്നവരെല്ലാരും ഫ്രണ്ട്സാണ്. അപ്പൊ ഈ RLV കോളേജിലൊരു അധ്യാപകനായിരുന്നു. പിന്നെ ആ അധ്യാപനത്തിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലോട്ട് വന്നത്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. സിദ്ധാർത്ഥ ഭരതൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു കാരണമാണ് പറയാം. അത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ അങ്ങനെ ഒരു വഴി പറയുകയാണെങ്കിൽ, സിനിമയിലേക്കുള്ള വഴി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ആൾക്കാർ അതെന്താ എന്റെ പേര് പറയാൻ ചോദിക്കും. പക്ഷെ അതുകൊണ്ട് അങ്ങനെ വെച്ചാൽ ഒരുപാട് പേര് ഉണ്ട് അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ. പ്രധാനപ്പെട്ട ഞാൻ ഇപ്പൊ കൊച്ചിയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അജി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അജി അടൂർ. അദ്ദേഹം ഓൾറെഡി RLVയിൽ അധ്യാപകനായിരുന്നു ആ സമയത്ത്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, അപ്ലൈ ചെയ്യണമെന്ന് അജിയാണ് പറയുന്നത്. പിന്നെ ഞാൻ വരികയും പിന്നെ അജി വഴി പരിചയപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട്. ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും JK എന്ന് വിളിക്കണ JK വഴി പിന്നെ രാജശേഖരൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് RVD നമ്മൾ വിളിക്കുന്ന രാജശേഖരനിലേക്ക് എത്തുന്നു. പിന്നെ അവിടുന്ന് സിദ്ധാർത്ഥ ഭരതൻ, സമീർത്ത, ഇതിങ്ങനെ ഒരു കണക്ഷൻ ആയിട്ട് പിന്നെ പതുക്കെ ഇവരുടെ കൂടെ അങ്ങ് ജീവിച്ചു തന്നെ പറയാം. ആ സമയത്ത് സിനിമ അവരെല്ലാവരും സിനിമ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാവരും സിനിമ കാര്യങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് എനിക്ക് ആ ഒരു ആഗ്രഹം. അതിന് മുന്നേ നമുക്ക് സിനിമ ഇഷ്ടമാണ്, ഒരുപാട് തരത്തില് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരിക്കലും മലയാള സിനിമയുടെ ഒരു ഭാഗമാവുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഒരു ജോലിയിൽ നിന്ന് പെട്ടെന്ന് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവില്ല. ആദ്യമായിട്ടൊരു സിനിമയോ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ അധ്യാപനത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അത്രയും സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ സമയത്ത്? പിന്നെ ഉറപ്പായിട്ടും സ്ട്രഗ്ലിംഗ് ഒക്കെ ഉറപ്പായിട്ടുണ്ട്. അതിപ്പോ ജോലിയാണെങ്കിൽ തന്നെയും അത് സ്ട്രഗിൾ ആണ് നമ്മള്. കാരണം അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. എപ്പോഴും നമ്മള് പരമ്പരാഗത രീതി കാണുന്ന ഈ കോളേജ് അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയാൽ പിന്നെ ശമ്പളം മേടിച്ചിരിക്കുക എന്നുള്ളതല്ലല്ലോ. ഇതിന്റെ പുറത്ത് നമുക്ക് ഫൈൻ ആർട്സ് കോളേജ് പോലത്തെ ഒരു ആംബിയൻസിൽ നിരന്തരം ഇന്നോവേറ്റ് ചെയ്യേണ്ടത്. കാരണം സ്റ്റുഡൻസ് എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ അപ്പുറത്തോട്ട് അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണോ വേണ്ടത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളോടെയാണ് ആ ജോലിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഈസി ആയിട്ട് ജോലിയായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. അങ്ങനെയാണല്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഇപ്പൊ നോക്കിയ സമയത്ത് അമ്മയും അച്ഛനൊക്കെ എല്ലാവരും അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് കണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ജോലിയിൽ നിന്നൊക്കെ വിട്ട് സിനിമയിൽ വരുമ്പോഴുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഓൾറെഡി എനിക്ക് ആ സമയത്ത് അത്യാവശ്യം ഒരു പ്രായപൂർത്തി എന്നല്ല, അത്യാവശ്യം പ്രായമായിരുന്നു. അതായത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അങ്ങനെ ഒരു വിഷയം ഉണ്ടായില്ല. അപ്പൊ ആദ്യമായിട്ട് ചന്ദ്രേട്ടൻ എവിടെയാന്നുള്ള സിനിമയില് ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നായിരുന്നോ, അല്ലെങ്കിൽ ഇതേപോലെ അസിസ്റ്റ് ചെയ്തിട്ടാണല്ലോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? അപ്പൊ എന്തായിരുന്നു കൂടുതൽ ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നത്? കൂടുതൽ ആഗ്രഹം സംവിധാന മേഖലയായിരുന്നു. സംവിധാനം അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റ് എഴുതുക, അങ്ങനെയൊക്കെയായിരുന്നു കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ആഗ്രഹം മാത്രം പോരല്ലോ, കഴിവും വേണമല്ലോ. അപ്പൊ അത് പഠിക്കണമല്ലോ. അപ്പൊ അത് പഠിക്കാനായിട്ട് ഞാൻ ഒരു കാലയളവ് ശ്രമിച്ചു. അത് സിദ്ധാർത്ഥ ഭരതന്റെയും സമീർ തായറിന്റെയും സൗബിനാണെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അത് കണ്ടു പഠിക്കാനുള്ള ശ്രമം നടത്തി. അപ്പൊ അതിന്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ വേഷങ്ങൾ, അഭിനയം ഒരു ആഗ്രഹമാണ്. അഭിനയിക്കുക എന്നുള്ള ആഗ്രഹത്തിന്റെ അപ്പുറത്തോട്ട് നമുക്ക് ചെറുപ്പത്തിലെ നാടകമൊക്കെ ചെയ്തുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ചെയ്തോളാം എന്നുള്ള ഒരു കോൺഫിഡൻസിൽ അങ്ങ് കയറി ചെയ്തതല്ല. എന്നാലും കൂടുതൽ അവരുടെ ഒരു കളരി എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെ സിനിമയിൽ വന്നപ്പോ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ സമയത്തുള്ള? ആ സമയത്ത് എല്ലാം പുതിയതായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു ഒന്നും. സിനിമ എന്ന് പറഞ്ഞാൽ 2015 സിനിമ നോക്കുവാണെങ്കിൽ ചന്ദ്രേട്ടൻ എവിടെയാ? 2015 അപ്പൊ എല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. ഇപ്പൊ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ദിലീപേട്ടനെ പോലത്തെ ആൾക്കാർ വരുന്നു. അപ്പൊ അവരെയൊക്കെ ക്ലോസ്ലി നമ്മൾ വാച്ച് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് കാണുന്നു, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഞാൻ ക്ലാപ്പ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ദിലീപേട്ടനൊക്കെ പെർഫോം ചെയ്തത്. ഇപ്പൊ ലാസ്റ്റ് ഏരിയ ആണെങ്കിലും എനിക്ക് പറ്റിയ കോസ്റ്റ്യൂം അങ്ങനെ നോക്കുന്ന പണിയായിരുന്നില്ല. അപ്പൊ ക്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്യാമറ ലെൻസിന്റെയും പെർഫോമേഴ്സിന്റെയും അടുത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ പറ്റി ഓരോ ആൾക്കാരുടെ പെർഫോമൻസിന്റെ. മുകേഷ് അതിനകത്ത് എല്ലാവരും ഉണ്ടല്ലോ, സുരാജ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ. അപ്പൊ അതൊക്കെ നമ്മളൊക്കെ അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. പണ്ട് ലാൽ ജോസ് സാറിന്റെ ഒക്കെ പല സിനിമകളിലും നമ്മൾ കാണാറുണ്ട് ഈ ക്ലാപ്പ് അടിക്കുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട്. അത് ഉറപ്പായിട്ട് ക്ലാപ്പ് ഭയങ്കര ഒരു
ചാലഞ്ച്. ഇപ്പൊ ക്ലാപ്പ് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല, കാരണം ഡിജിറ്റലാണ്, ഓൾറെഡി മാർക്ക്ഡ് ആണ് നമ്പേഴ്സ് ഒക്കെ. പക്ഷെ പണ്ട് ക്ലാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, കാരണം എഡിറ്ററിനും സൗണ്ട് ഡിസൈനറിനും എല്ലാവർക്കും ഉള്ള ക്യൂ ആയിരുന്നു ആ ക്ലാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ടൈമിങ്ങിന് ആ ക്ലാപ്പ് വന്നില്ല, അതിന് ഫസ്റ്റ് ക്ലാപ്പ് കൊടുക്കാൻ എന്തെങ്കിലും സാഹചര്യത്തിൽ പറ്റിയില്ലെങ്കിൽ എൻ ക്ലാപ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ എൻ ക്ലാപ്പ് മിസ്സാവാൻ പാടില്ല. ഇപ്പൊ നമുക്ക് വെറുതെ നമുക്ക് ആ ഡേ എടുത്തിട്ട് ആ മറ്റേ ക്ലിക്ക് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടുമല്ലോ. പക്ഷെ അന്ന് അതില്ലല്ലോ. അന്ന് നമ്മളിത് ഈ റീലിൽ തന്നെ അത് കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് ചാലഞ്ചിങ് ആയിരുന്ന ഒരു ജോലിയായിരുന്നു ക്ലാപ്പ്. അപ്പൊ അത് എൻ്റെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട കുറെ ഫോക്കസ് പുള്ളർമാര്, ഫോക്കസ് പുള്ളിങ് ഇപ്പൊ ഭയങ്കര മാറ്റം വന്നല്ലോ ശരിക്കും. ഫോക്കസ് പുള്ളേഴ്സ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഇപ്പൊ ശങ്കർ ദാദ എന്ന് പറഞ്ഞിട്ടൊരു ഫോക്കസ് പുള്ളർ ഉണ്ട്. ഇത് സിനിമയിൽ ലെൻസിങ് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് ക്ലാപ്പ് ചെയ്യാൻ. ഒരു പടം ക്ലാപ്പ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ലെൻസിന്റെ റേഞ്ചുകൾ മനസ്സിലാവും. അപ്പൊ ഇത് 24 ആണോ അതോ ഇത് അല്ലെങ്കിൽ 50 ആണോ 100 ആണോ എന്നൊക്കെ നമുക്ക് ആ റേഞ്ചിന് അനുസരിച്ച് നമുക്ക് ക്ലാപ്പ് ചെയ്യാം. അതുപോലെ ഒരു ടെക്നിക്കാലിറ്റി നമുക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റി. പിന്നെ സിദ്ധുബായ് ആണെങ്കിലും സോബി ആണെങ്കിലും സമീർ തായർ ആണെങ്കിലും ഷൈജു ഖാലിദാണെങ്കിലും ഇവരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് അവരുടെ പ്രൊഫഷനിൽ. വെൻ ഇറ്റ് കംസ് ടു വർക്ക് ദേ ആർ വെരി സ്ട്രിക്റ്റ് ആൻഡ് സീരിയസ്. അപ്പൊ അത് ഒരു നല്ലൊരു കോളേജാണ് അവരുടെ കിട്ടിയത്. പിന്നെ അവരുടെ ഭാഗമായി പിന്നെ അതിനുശേഷം സക്കറിയ, മുസിൻ, റഹ്മാൻ എല്ലാവരോടെയും വർക്ക് ചെയ്തപ്പോ കുറച്ചും കൂടി ഓരോ ജനറേഷൻ മാറി വരുമ്പോ തന്നെ അതും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ല, അപ്പൊ ഇത്രയും വർഷത്തിന്റെ ഒരു ചേഞ്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പൊ ഉള്ള ആളുകൾക്ക് ഇപ്പൊ അഭിരാം എന്ന് പറഞ്ഞൊരു ആക്ടർ ഒരു ആക്ടറായിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് വിചാരിക്കുന്നത് ഇപ്പത്തെ ഒരു ജനറേഷന്. പക്ഷെ ഇത്രയും കാലം ഒരു അസിസ്റ്റ് ചെയ്ത് വന്നാന്നുള്ളത് ചിലപ്പോൾ പലർക്കും അറിയണമെന്നില്ല ഇപ്പത്തെ ഒരു ജനറേഷന്. അപ്പൊ ആ ഒരു ചേഞ്ച് ഒക്കെ എങ്ങനെയാ നോക്കിക്കാണുന്നത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? എനിക്ക് അങ്ങനല്ല, എന്നാലും സിനിമയുടെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്ത ഒരാളാണല്ലോ. ഇപ്പത്തെ എല്ലാം ചേഞ്ച് വന്നു എന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും. അപ്പൊ അതൊക്കെ എങ്ങനെ നോക്കിയാണ്? ഞാൻ എപ്പോഴും സിനിമയിൽ ഞാനൊരു ജോലി ചെയ്യുന്നു, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അത് ഒരു ജോലി ചെയ്യുന്നു, എല്ലാവരും സിനിമയിൽ ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു പരിഗണന. അല്ല അങ്ങനെ അതുപോലെ എന്താ പറയാ, ഞാൻ അങ്ങനെ ഒരു വിശാലമായ തത്വം പറയുന്നതല്ല. എൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ്. അതായത് ഐ ആം ഓൾസോ ഈക്വലി ഒരു ജോലിക്കാരൻ സിനിമയിൽ. അപ്പൊ എന്നെ ഏൽപ്പിച്ച ജോലി ഇതാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെയോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനറിനെ ഏൽപ്പിക്കുന്ന ജോലി വേറെ ഒന്നായിരിക്കും. അപ്പൊ എല്ലാവരും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ആ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്, ആ കഥയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ആ ഒരു കൗതുകം തന്നെയാണ്. ഇപ്പോഴും പഠനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഓരോ സെറ്റിൽ പോകുമ്പോഴും ഓരോ പുതിയ ഡയറക്ടേഴ്സ്, ഓരോ പുതിയ കഥകൾ, കഥാകൃത്തുക്കൾ, പുതിയ ക്യാമറാമാൻ, പുതിയ ലെൻസിങ്, പുതിയ ക്യാമറ, ചിലപ്പോൾ പുതിയ ലൈറ്റ്സ് എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം കണ്ടുപഠിക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഈ അറിവുകൾ വെച്ചിട്ട് വേണം പയറ്റാനായി. അല്ല, അപ്പൊ ഒരു സിനിമ ഇപ്പൊ ആക്ടറായിട്ട് ഒരു സമീപിക്കുന്ന സമയത്ത് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നുകൊണ്ട് തന്നെ എന്തൊക്കെ ഒരു പ്രിപ്പറേഷൻസ് ആണ് ഒരു സിനിമ വരുമ്പോ, ഒരു കഥ വരുമ്പോ ഒക്കെ എടുക്കാറുള്ളത്? എപ്പോഴും പ്രിപ്പറേഷൻസ് അല്ല, ബേസിക്കലി ആ സ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കുക, പിന്നെ എന്താണ് കഥാപാത്രം എന്നുള്ള അറിഞ്ഞിരിക്കുക. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഇതിന്റെ ബാക്ക് സീൻ എന്താണ്, ഇതിന്റെ ഫോർവേഡ് എന്താണെന്ന് അറിയാതെ നമ്മൾ വെറുതെ കിടന്ന് ഇംപ്രൂവൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പരമാവധി അത് ശ്രമിക്കുക. ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ. പരമാവധി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണോ ഈ എഴുത്തുകാരൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സംവിധായകൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക. അത്രേ ഉള്ളൂ, വേറെ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. അല്ല, ശരിക്കും പറഞ്ഞ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുവോ എല്ലാ കാര്യങ്ങളൊക്കെ? നമ്മുടെ കാര്യത്തിൽ ഇപ്പൊ കോസ്റ്റ്യൂം ആണെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി, ആക്ഷൻ കണ്ടിന്യൂറ്റി ഒക്കെ പരമാവധി ഞാൻ തന്നെ അറിയുന്നതുകൊണ്ട്. അതെ. അപ്പൊ ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു മൈൻഡിൽ അതിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അത് എന്റെ കാര്യം മാത്രം. മറ്റുള്ളവരുടെ കാര്യം പലപ്പോഴും സജഷൻസ് നമ്മുടെ ഉള്ളവരാണെങ്കിൽ ആ ഒരു മൈൻഡ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഒരു അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് അത് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്രയും കാലം ചെയ്ത ഒരു ക്യാരക്ടറിൽ ഏറ്റവും കൂടുതൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല? ഈ ഉണ്ടയിലത്തൊക്കെ ക്യാരക്ടർ കുറച്ചൊരു അങ്ങനത്തെ ഒരു എല്ലാം ചെയ്ത പോലെ ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ ചലഞ്ചിങ് ആയിരുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ഉണ്ട ഒരു ചലഞ്ചിങ് ആയിരുന്നു, കാരണം അത് ഫസ്റ്റ് അങ്ങനെ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു ആദ്യത്തെ സിനിമയാണ്. മറ്റേതെല്ലാം അസിസ്റ്റന്റ് ഡയറക്ടറും പാക്കേജ് ആണല്ലോ. അപ്പൊ ഇതിനകത്ത് അതില്ല, വേറെ അസിസ്റ്റന്റ് ഡയറക്ഷന്റെ ഒരു ലോഡില്ല. അപ്പൊ ഒരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർ ആദ്യം ഒരു സ്വഭാവം, അവസാനം വേറൊരു സ്വഭാവമാണ്. പിന്നെ ഒരുപാട് ഗ്രൂപ്പിന്റെ കൂടെ അങ്ങ് നിക്കണം. അപ്പൊ എല്ലാവരും ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. ലുക്മാൻ, ഷൈൻ ടോം ചാക്കോ, ഗ്രിഗറി, ഗോകുലൻ, ബോംബെ നൗഷാദ്, അർജുൻ അശോകൻ, അങ്ങനെ തുടങ്ങി
ഡയറക്ടർ ആരാ അത് അത്രയും പറയേണ്ട ആവശ്യമില്ല. ഡയറക്ടർ പറയണ്ട, പിന്നെ സർവശ്രീ നമ്മുടെ മമ്മൂക്ക. അതെ. അപ്പൊ ഇവരുടെ ഒക്കെ കൂടെ നിന്ന് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ചാലഞ്ച് അല്ലേ. അത് തന്നെയായിരുന്നു വലിയ ചാലഞ്ച്. അതെ, മമ്മൂക്കയുടെ മുന്നിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പരിപാടിയല്ല. അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ സ്ലാങ് പിടിക്കലുണ്ടല്ലോ. ഇപ്പൊ ചേട്ടൻ പയ്യന്നൂരായതുകൊണ്ട് തന്നെ ഇപ്പൊ ചില സിനിമകളിൽ ഇപ്പൊ പയ്യന്നൂർ സ്ലാങ്ങുള്ള കുറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഒന്നോ രണ്ടോ. അപ്പൊ അതൊക്കെ ചെയ്യാൻ എങ്ങനെയാ, അത് വെറൈറ്റി ചെയ്യാനൊക്കെ? നമ്മുടെ സ്ലാങ് ആണെങ്കിൽ ഭയങ്കര കംഫർട്ട് അല്ലേ, ഭയങ്കര കംഫർട്ടാണ്. അത് ഇപ്പൊ എങ്കിലും ചന്ദ്രിക ആണ് ഞാൻ ആകെ ഒരു പയ്യന്നൂർ സ്ലാങ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കാസർഗോഡ് എന്ന് പറഞ്ഞ സിനിമയാണ്, അത് കുറച്ച് കാസർഗോഡ്, ഈ കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ഒക്കെ. കാസർഗോഡ് ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യന്നൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി അല്ല. ചിലവർക്ക് ഈസിയാണ്, നിരന്തരം കേട്ട് പരിചയമുള്ള ആൾക്കാർക്ക്. പക്ഷെ നമുക്കത് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരു പ്രത്യേക ട്യൂണും പരിപാടിയൊക്കെ വേണം. അപ്പൊ ധ്രുവൻ ഉണ്ട് അതിനകത്ത് അഭിനയിച്ച കാസർഗോഡ്. ധ്രുവന്റെ വൈഫ് കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ല. അപ്പൊ ധ്രുവന് കിട്ടുന്ന ഡയലോഗൊക്കെ അവന്റെ വൈഫിനെ വിളിച്ചിട്ട് അത് ആ സ്ലാങ്ങിൽ പറയിപ്പിക്കും, റെക്കോർഡ് ചെയ്യിപ്പിക്കും, എന്നിട്ട് അത് അവൻ പഠിക്കും. അപ്പൊ ഞാൻ എന്റെ ഡയലോഗും കൂടെ അവന് കൊടുക്കും, അവനത് അയച്ചിട്ട്. അപ്പൊ അങ്ങനെ കുറച്ച്, പക്ഷെ എന്നാലും അത്ര കംപ്ലീഷൻ, അതിന്റെ അത്ര പെർഫെക്ഷനിൽ എത്തിയത് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ആ കാര്യത്തിൽ കുറച്ച് വീക്കാണ് ഞാൻ. ഒരു ന്യൂട്രൽ ആക്സെന്റ് ആണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്ന ഭാഷ കേരളത്തിലെ എവിടുത്തെ ആൾക്കാർക്കും സംസാരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഭാഷ. ഇത്തരത്തിൽ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പൊ തൃശ്ശൂർ സ്ലാങ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എഫേർട്ട് ഉണ്ട്. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, അത് ഉറപ്പായിട്ട് ഭയങ്കര മനോഹരമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഉൾപ്പെടെ ആൾക്കാർ ഭയങ്കര രസമായിട്ട് സ്ലാങ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അതെ, ചിലവർക്ക് ഇപ്പൊ മറ്റേ ഹരീഷ് കണാരനൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിക്ക് എല്ലാ സിനിമയിൽ വരുന്ന സമയത്തൊക്കെ സ്ലാങ് അതുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതൊരു ലോക്കും ആവും ചിലപ്പോ. നമുക്ക് വേറൊരു സാധനത്തിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും ഒരു സാധനം തന്നെ പിടിച്ചു കഴിഞ്ഞാൽ. പല സാധനങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു കഴിവാണ്. ആ കഴിവ് നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അല്ല, ഇനി അതുപോലത്തെ ക്യാരക്ടറൊക്കെ വന്നാൽ ചെയ്യുമായിരിക്കോ? പിന്നെ നമ്മള് ചെയ്യാതിരിക്കില്ല, നമുക്ക് അതിനെ ശ്രമിക്കാലോ, പഠിക്കുക. അതെ, ഇപ്പൊ വിചിത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ഷൈൻ്റെ, അതിനകത്ത് ഞാൻ തൃശ്ശൂർ സ്ലാങ്ങിൽ 2-3 ഡയലോഗ് പറയാൻ ശ്രമിച്ചിട്ട് പാടിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്ര ഒരു ശരിയായില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി അവസരം കിട്ടിയ ഇനി നമുക്ക്. അപ്പൊ ഈ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടപ്പോഴേ നമുക്ക് കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്നൊക്കെ എപ്പോഴും തോന്നാറുണ്ട്, മുൻപ് ചെയ്ത സിനിമകളൊക്കെ? എല്ലാ സിനിമയും അങ്ങനെ തോന്നാറുണ്ടോ? അതെല്ലാം, എനിക്ക് എല്ലാ സിനിമയും തോന്നാറുണ്ട്. ഞാൻ ഭയങ്കര ഒരു അത് കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴും അത് അയ്യോ എന്നാ കുറച്ച്, കാരണം നമ്മൾ ആ സിനിമ ടോട്ടാലിറ്റിയിൽ കാണുമ്പോഴാണ് ഈ ക്യാരക്ടർ ഈ സമയത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഓർഡറിലല്ലോ, പലപ്പോഴും ബാക്ക് ആൻഡ് ഫോർത്ത് പോയിട്ടല്ലേ ഷൂട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒന്നും കൂടെ ഒരു അവസരം കിട്ടിയാൽ. അപ്പൊ ഈ എന്താ പറയാ, മോഹിനിയാട്ടത്തിലത്തെ ആ ഒരു നോട്ടമൊക്കെ ഉണ്ടല്ലോ, ലാസ്റ്റ് സീനിൽ ശരിക്കും ആ ബേബി ജീന് നിങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അതൊക്കെ ഡയറക്ടർ പറഞ്ഞത് തന്നെയാണ് അങ്ങനെ നോക്കണമെന്ന് ആയിരുന്നു? കൃഷ്ണദാസ് പറഞ്ഞ തന്നെ, മറ്റേ 7ാം അറിവ് റെഫറൻസ് ആണ്. എന്നിട്ട് കണ്ടായിരുന്നോ സിനിമ പോയിട്ട്? പിന്നെ കണ്ടു. അത് അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. എന്നെടുത്ത് പറഞ്ഞ ഇങ്ങനെ എന്താ, നിങ്ങൾ രണ്ടുപേരും ഐ കോണ്ടാക്ട് ബ്ലിങ്ക് ചെയ്യാതെ പരസ്പരം നോക്കി നിൽക്കുക. അപ്പൊ നിങ്ങളുടെ നോട്ടത്തിൽ അവൻ പതറും എന്നാണ് പറഞ്ഞത്. പതറോ? അവൻ പതറിക്കോളൂ, നിങ്ങൾ നോക്കിയാൽ മതി. എന്തായാലും തിയേറ്ററിൽ കണ്ടപ്പോ എല്ലാവർക്കും അത് തിയേറ്ററിൽ കണ്ടപ്പോ അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് അതിനകത്തൊരു എവിഡന്റ് ആയിട്ടുള്ള റെഫറൻസ് ആണെന്ന്. കാരണം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അതൊരു. അത് സിനിമ ഇറങ്ങിയതിനു ശേഷം കുറെ റെഫറൻസുകൾ പറയുന്നുണ്ടായിരുന്നു. ഓരോ കുറെ സിനിമ ഇറങ്ങിയ ശേഷം കുറെ ചർച്ച ചെയ്യുമ്പോൾ അതാണ് സിനിമ ഹിറ്റ് ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിനെ ഇതിന്റെ എല്ലാം മുക്കും മൂലയും ആ ഒരു വിശകലനം ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു ഇതാണ് ഒരു സിനിമയ്ക്ക്. അത് ഭയങ്കര അത് സായി കുമാറിന്റെ ക്യാരക്ടറിനൊക്കെ കുറെ പറയുന്നുണ്ട്, ഭരതനാട്യത്തിനൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ കുറെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ അതുപോലെ തന്നെ ഈ കോമഡി എന്ന് പറഞ്ഞ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാ കോമഡി ചെയ്യാനെന്നുള്ളത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന്റെ ഒരു ടൈമിങ് ഭയങ്കര ബുദ്ധിമുട്ടാ കോമഡി ചെയ്യാന്ന് പറഞ്ഞത്. പണ്ട് ടൈമിംഗ് ഒക്കെ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാരെ അത് എത്രത്തോളം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഒരു ബാക്കപ്പ് ഉള്ളത് നമ്മുടെ മലയാള സിനിമയുടെ അസെറ്റ് ആയിട്ടുള്ള നമ്മുടെ നടന്മാര് തന്നെയാണ്. ഇപ്പൊ KPS ലളിത, കുതിരോട്ടം പപ്പു, മാമുക്കോ, ഇന്നസെന്റ് ആയിട്ട് തുടങ്ങി മാളാരൻ ചേട്ടൻ, അങ്ങനെ പേര് പറഞ്ഞാൽ തീരാത്ത ഇത്ര ആൾക്കാരുടെ ഞാൻ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹാസ്യ സിനിമകളിൽ ചെയ്തിരിക്കുന്ന
നടന്മാരുടെ ഒരു ബാക്കപ്പ് നമുക്ക് മലയാള സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു അവരുടെ ഒരു 10% നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും മതി. പിന്നെ റിയലിസ്റ്റിക് ആവണല്ലോ ശരിക്കും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ സിനിമ കാണുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ സിനിമ ഓരോ സിനിമ ഇറങ്ങുമ്പോഴൊക്കെ ആളുകളൊക്കെ പറയാറുണ്ട് എനിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയോ എന്ന് പറയാറുണ്ടായിരുന്നു. മിക്കവാറും പറയാറുണ്ട്. അത് ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ക്യാരക്ടർ കുറച്ച് അങ്ങനെ ഒരു ഈ നെക്സ്റ്റ് ഡോർ നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെയാണല്ലോ സിനിമയിൽ കഥാപാത്രങ്ങൾ സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനെ പലപ്പോഴും അതായത് ഇപ്പൊ പറവയില് മനാഫ് അങ്ങനത്തെ ഒരു അതിന്റെ ആദ്യത്തെ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അങ്ങനെ പറയാം. അപ്പൊ അത് കണ്ടപ്പോ ഒരുപാട് പേര് എന്റെ അടുത്ത് അങ്ങനത്തെ കൂട്ടുകാരൻ ഉണ്ട് അവർക്ക്. ഇങ്ങനെ എല്ലാത്തിലും കയറി ഇടപെട്ട് പ്രശ്നം ഇങ്ങനെ അനാവശ്യം സംസാരിക്കുന്ന എന്നിട്ട് അവസാനം ചമ്മുന്ന അങ്ങനത്തെ ആൾക്കാർ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആക്ടർ വിജയ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ആൾക്കാരത് റിലേറ്റ് ചെയ്തു, അവര് തുറന്നു പറഞ്ഞു, അത് അവരുടെ വലിയ മനസ്സ്. അതെ, അല്ല ഈ കോമഡി അല്ലെങ്കിൽ ഇപ്പൊ കോമഡി ഒക്കെ എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ഇവൻ എന്താ കാണിച്ചെന്നൊക്കെ ചോദിക്കും ആളുകൾ. ചോദിച്ചിട്ടുണ്ടോ? പിന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ വളരെ അടുത്ത സുഹൃത്തുക്കളും ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ വിമർശിക്കുമല്ലോ, എന്താ കാണിച്ചു വെച്ചേക്കണം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിക്കും. അത് ചിലത് എല്ലാം ശരിയാവില്ലല്ലോ, ചിലത് ശരിയാവും, ശരിയാവും. അല്ല, അപ്പൊ ഈ ചന്ദ്രന്റെ എവിടെയോ സിനിമയിന് ശേഷം സൗബിനെ പരിചയപ്പെടുന്നൊക്കെ എങ്ങനെയായിരുന്നു? അതിനുശേഷമൊക്കെ പറവയിലോട്ടൊക്കെ എങ്ങനെയാ വന്നതൊക്കെ? സൗബിൻ നമ്മുടെ കൂട്ടത്തില് പണ്ട് ഞാൻ ഇവരുടെ ഈ ഒരു സംഘത്തില് നിത്യ സന്ദർശകനായപ്പോ തൊട്ട് കാണുന്ന ഒരാളാണ് സൗബിൻ. അപ്പൊ സൗബിൻ അന്ന് തൊട്ടേ സിനിമ സംവിധാനം ചെയ്യണമെന്ന് മോഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും ഞാനും തീരുമാനിച്ചിരുന്നു. സൗബി എന്നെ വിളിച്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗബിന്റെ അടുത്ത്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്കൊരു തൊഴിലവസരം തരുമോ ചോദിച്ചതാണ്. അപ്പൊ സൗബി എന്നെ വിളിച്ചു. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും സൗബിക്കയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ഷൻ എന്നൊക്കെ ഇപ്പൊ ഒരു ആക്ടറായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോ തമിഴ് മൂവികളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു മാറ്റം എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ? വളരെ സന്തോഷത്തോടെയാണ് ആ മാറ്റത്തെ നോക്കി കാണുന്നത്. കാരണം അതൊരു വളർച്ചയാണ്. പിന്നെ സൗബിൻ വളരെ ടാലന്റഡ് ആണെന്ന് എനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. സൗബിൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആസ് എ ആക്ടർ ഓൾസോ, ആസ് എ ഡയറക്ടർ ഓൾസോ. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സൗബിന്റെ കൂടെ. അപ്പൊ എനിക്ക് സൗബിന്റെ ആ ഒരു ഡയറക്ഷൻ മൈൻഡും അറിയാം. പിന്നെ പെർഫോമർ എന്ന് പറഞ്ഞാൽ സൗബി വെറുതെ നമ്മുടെ സൗഹൃദ സംഭാഷണത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈസ് എ ഷോമാൻ. അല്ല, ശരിക്കും അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? എങ്ങനെയാ എന്ന് പറഞ്ഞാൽ രണ്ടും മിക്സ്ഡ് ആണ്. സ്ട്രിക്റ്റ് ആയിരിക്കണമല്ലോ. സൗബി വളരെ, കാരണം സൗബിന്റെ ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ എന്ന് പറഞ്ഞാല് പുള്ളി ഇപ്പൊ കണ്ടിന്യൂറ്റി ഒക്കെ വരച്ച്, നമുക്കിപ്പോ ഫോട്ടോ എടുത്ത് വെക്കാം, ഒരു ഷോട്ട് കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂറ്റി എല്ലാവരുടെയും ഫോണുണ്ട്, ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. പക്ഷെ അന്നത്തെ കാലത്ത് അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് അതില്ല. ഒരു വരയില്ലാത്ത നോട്ട് പുസ്തകത്തില് ഇത് വരച്ചു വെക്കല. ഇപ്പൊ ഈ ചെട്ടി വെച്ച് അതിനകത്ത് എത്ര പൂക്കളി, എത്ര ഇലകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൗബി. അപ്പൊ അത്രയും, അപ്പൊ ആ മെമ്മറിയും ആ ഒരു എക്സ്പീരിയൻസും സൗബിക്ക് ഉള്ളതുകൊണ്ട് സൗബി ഫ്രെയിമിൽ വെക്കി അപ്പൊ സൗബി പറയും അത് ആ പ്രോപ്പർട്ടി അവിടെ അല്ലല്ലോ, അപ്പുറത്താണല്ലോ, അപ്പോഴും നമുക്ക് ഫോട്ടോ നമുക്ക് ശരിയാണ് അപ്പുറത്ത്. അപ്പൊ അങ്ങനെ സൗബി വളരെ പെക്യുലർ ആണ്. അപ്പൊ അതിനുശേഷം മഞ്ഞുമൽ ബോയ്സിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്തായിരുന്നു. ശരിക്കും നിങ്ങൾ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോയിരുന്നെങ്കിൽ ഇതൊക്കെ ലാസ്റ്റ് സീനിലൊക്കെ ഉണ്ടാവുമായിരുന്നല്ലോ. അതിൽ ആ പോവാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക്, ആ ഒരു ട്രിപ്പിന് കൊടൈക്കനാലിൽ പോകാൻ പറ്റുന്നില്ല, അവർ എൻഡ് ആവുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ആക്ടറായിട്ട് കൂടെ അഭിനയിക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു സൗബിന്റെ കൂടെ, അവരുടെ ഒരു ടീമിന്റെ കൂടെ? വ്യത്യാസം തോന്നാറില്ല. സൗബിൻ അതും എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ ഈ ടൂറിന് പോയി എന്ന് പറയുന്നതല്ല, ശരിക്കും ടൂറിന് പോയ പോലെ ആയിരുന്നത്. അതായത് ആക്ഷൻ എന്ന് പറയുമ്പോ അങ്ങനെയല്ല, നമ്മൾ ആ മഞ്ഞുമലിന്റെ ഷൂട്ട് തുടങ്ങി അവസാനിക്കുന്ന വരെ ഒരു ടൂറിന് പോയ പോലെ തന്നെ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ആക്ഷനും കട്ടിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അഭിനയിക്കുമ്പോൾ വേറെ, അഭിനയിക്കാത്തപ്പോ വേറെ ഒന്നുമില്ല. കൂടുതലും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ആ ഒരു ക്ലൈമറ്റും അതിന്റെ ഭയാനകതയും ആ ഗുഹയുടെ ഭയാനകതയും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ടെൻഷൻ ഉണ്ടായിരുന്നത്. ബാക്കി അഭിനയിക്കാൻ ഓരോ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവല്ലോ, ഈ സിറ്റുവേഷൻ ഇത്ര ഇന്റൻസ് ആണ്. പിന്നെ ഈ റിയൽ മഞ്ഞുമൽ ബോയ്സിനെ നമുക്ക് അറിയാം പേഴ്സണലി, സുഭാഷിനൊക്കെ ആയിട്ട് നമുക്ക് സംസാരിച്ച് പരിചയമുണ്ട്. അപ്പൊ അയാളൊക്കെ അണ്ടർഗോ ചെയ്തിരിക്കുന്ന ആ കൂട്ടുകാരെല്ലാവരും അവര് കടന്നു പോയിരിക്കുന്ന ഒരു ഇമോഷണൽ ഒരു ഘട്ടത്തിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനോട്
നീതി പുലർത്താൻ ശ്രമിച്ചു. അത് നീതി പുലർത്തി എന്നുള്ളതിന്റെ തെളിവാണ് ആ സിനിമയുടെ വിജയം. അതെ, ഇന്നലെ വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോ പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ക്യാരക്ടറിലോട്ട് ഇങ്ങനെ കുറച്ച് അതിന്റെ ഉള്ളോട്ട് വരുന്ന സമയത്ത് അവര് പറയത്ര നീ എന്താണ് കാണിക്കുന്നത്, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയാക്കലെന്ന് വിഷ്ണു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം എന്തായിരുന്നു. അതായത് അതൊരു മത്സര ബുദ്ധിയോട് കൂടിയായിരുന്നു എല്ലാരും കണ്ടിരുന്നത്. അതായത് അതൊന്നുമില്ല, തമാശക്കാണ് അത്. ഒരാളുടെ ഷോട്ട് ഇപ്പൊ വിഷ്ണുവിന്റെ രഘുവിന്റെ ക്ലോസ് എടുക്കുന്നെങ്കിൽ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് മറ്റു ചില പ്രമുഖ നടന്മാർ ഒന്ന് ശരിയാക്കടോ, ഉച്ചയായി ലഞ്ചിന് പിരിയണ്ട, ഒന്ന് ശരിയാക്കിട്ട് അങ്ങനെയൊക്കെ പറയായിരുന്നു. അത് ഞാൻ ഇന്റർവ്യൂ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു നിങ്ങൾക്കൊരു ഫ്രീഡം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. എല്ലാവരും അങ്ങനെ ഇങ്ങനെ തമാശയാണ്, പക്ഷെ തമാശ കൂടരുത് എന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ. അപ്പൊ ഞാൻ ഇനി കുറച്ചൊരു ചെറിയൊരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കുറച്ച് ചെറുതായിട്ടുള്ളതാണ്. ഇതുവരെ റാപ്പിഡ് സെക്കൻഡായിട്ട് ഉത്തരം പറയും ചെയ്തോന്നില്ലേ. ജാനമൻ ആണോ അതോ മോഹിനിയാട്ടാണോ എപ്പോഴും ഒരു ഹൃദയത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ? ചോദിക്കരുത്. ഇല്ല, രണ്ടും. എന്നാലും കുറച്ചും കൂടി ഇപ്പൊ ജാനമൻ കഴിഞ്ഞിട്ടാണല്ലോ മോഹിനിയാട്ടം ചെയ്തത്. ആദ്യത്തേതായതുകൊണ്ട് ജാനമൻ വളരെ പ്രിയപ്പെട്ടാണ്. ക്യാരക്ടറൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. രണ്ടിനും കൂടി ഉത്തരം പറഞ്ഞു അല്ലേ. സിനിമയിൽ അഭിനയിക്കാൻ ഏറ്റവും പാടുപെടുന്ന ഒരു അംഗം ഏതായിരിക്കും ഏറ്റവും കൂടുതൽ? എനിക്ക് ഇതാണ് ഈ മറ്റേ പാട്ട് സോങ് സീക്വൻസുകളില് ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നോ അറിയില്ലേ, അതെനിക്ക് വളരെ പറഞ്ഞോണ്ടിരിക്കാനാണ്. അത് കൊറേ ടേക്ക് പോകൂലേ, അപ്പൊ പിന്നെ ഒന്നും കിട്ടൂല. കൂടെ ഇരിക്കുന്ന ഓൾറെഡി എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി എന്ത് പറയാനാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മറ്റെങ്കിലും ചന്ദ്രിക സിനിമയിലൊക്കെ ഒരു സേവ് ദ ഡേറ്റ് ഇതൊക്കെ സീനായിട്ട് ചെയ്യുമ്പോ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇതാണ് സൗണ്ട് ഒന്നുമില്ല, നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നാന്ന് പറയും. അത് പറ്റൂല എന്നല്ല, ഇപ്പൊ എന്ത് പറയും, അവിടെ ഒന്ന് സ്റ്റക്കായി പോകും. പിന്നെ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളും ഇല്ല എന്ന് വിചാരിക്കുക, അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുമോ? ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് എക്സ്പ്രഷൻ വെറുതെ എക്സ്പ്രഷൻ ഇടാൻ പറയാ ഡയറക്ടർ. അപ്പൊ അത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ആ ഒരു നാടകത്തിന്റെ ബാക്ക്ഡ്രോപ്പ് എന്നൊക്കെ വരുന്നതുകൊണ്ട് അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ വളരെ അടുത്ത നടന്മാരൊക്കെ ആണെങ്കിൽ ഒന്ന് മുന്നിൽ നിൽക്കാവോ എന്ന് ചോദിക്കും. അവിടെ ആണെങ്കിൽ ജസ്റ്റ് ഒന്നൊരു, പക്ഷെ എന്നാലും അയാളെ നോക്കാൻ പറ്റൂല, നമ്മളൊരു ലുക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ക്യാമറയിൽ ഒരു മനുഷ്യനെ സങ്കല്പിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ അല്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളത് എപ്പോഴും സിനിമയിൽ ഭയങ്കര. ചില ആൾക്കാർ കോപ്പറേറ്റ് ചെയ്യും, ചില ആൾക്കാർ പറയും ഞാൻ ഇതിന്റെ ഡയലോഗ് ഞാൻ തന്നെ പറയാം. ചിലവര് ചോദിക്കും ഞാൻ വരണോ, ഇപ്പൊ എക്സ്പീരിയൻസ് ആയി അതുകൊണ്ട് ചെയ്ത് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ബബ്ബ് പഠിക്കാൻ പറ്റില്ല ചെയ്തല്ലേ പറ്റുള്ളൂ. അതെ. അടുത്തത്, ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോ മനസ്സിൽ തോന്നിയ കാര്യം ഒരു ഒറ്റ വാക്കില് പറയാം. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയപ്പോ ഇതോടുകൂടി ഇത് അവസാനിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചോ? അതെന്താ അങ്ങനെ വിചാരിക്കുന്നത്? ഫസ്റ്റ് ഷോട്ട് ചന്ദ്രേട്ടനിൽ എവിടെയല്ലായിരുന്നു, ആ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഇങ്ങനെ നടന്നു വരണം, ദിലീപ് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത്. അപ്പൊ ഞാൻ കറക്റ്റ് ഫോക്കൽ ലെങ്തിലും ലൈറ്റ് മാർക്കിലും നിന്നില്ല. പിന്നെ ദിലീപേട്ടന്റെ ഡയലോഗിന് കാത്തുന്നില്ല, ക്ലാഷ് ആയി പോയി. ടെൻഷനായോ? അപ്പൊ അത് ടെൻഷനായി വെച്ചാൽ അത്ര ടെൻഷനല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാവരുടെയും മുന്നിൽ. പക്ഷെ അന്നൊക്കെ പിന്മാറി പോയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ അതല്ല, ആ സിനിമ കഴിഞ്ഞതിന് ശേഷേ ഇനി ചെയ്യണ്ടെന്ന് വെച്ച് പിന്മാറിയ ഇപ്പൊ ചലഞ്ചിങ് ആയിട്ട് എടുത്തു. ഫസ്റ്റ് സൈക്കിൾ ഓടിക്കുമ്പോ ഫസ്റ്റ് ബാലൻസ് പോകും, പക്ഷെ പിന്നെ അത് ശരിയാവും. ഒരു നടൻ അല്ലായിരുന്നെങ്കിൽ അഭിരാം ഇന്ന് എന്തായേനെ? ചിലപ്പോ ആദ്യം പറഞ്ഞായിരിക്കില്ലേ, ഞാൻ അധ്യാപകനായേനെ. അത് തന്നെയായിരിക്കും. അതല്ല, താല്പര്യമില്ലാതെ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഒരു അധ്യാപകനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും, തുടർന്ന്. പിന്നെ എന്താവും അറിയില്ല, പിന്നെ അങ്ങനെ വേറൊരു പ്രൊഫൈൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതന്നെയായിരിക്കും അല്ലേ. മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു കോമഡി ക്യാരക്ടർ പറയുകയാണെങ്കിൽ, കഥാപാത്രം പറയുകയാണെങ്കിൽ ഏതായിരിക്കും പറയാ? എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നിശ്ചൽ. അതിന് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ല, അതിനെപ്പറ്റി നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല, പേര് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സംവിധായകന്റെ റോൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം കാസ്റ്റ് ചെയ്യുക ആരായിരിക്കും? സിദ്ധാർത്ഥ ഭരതൻ ആയിരിക്കും. പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ?
പുള്ളി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലേ നിന്നെ ആദ്യം ഇരിക്കില്ലേ. പക്ഷേ ഇപ്പൊ സ്പാ എന്ന് പറഞ്ഞ സിനിമയിൽ സാധനം ഉണ്ടല്ലോ ഡയറക്ടർ. അയ്യോ അടിപൊളിയായിരുന്നു. സ്പാലും കറക്കത്തിലും ഉണ്ടല്ലോ. കറക്കത്തിലും അത്യാവശ്യം ഒരു കോമഡി പറയായിരുന്നു. അതെ അതെ. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഡയറക്ടറിന്റെ ഒരു പരിപാടി ഉണ്ട്. അതിന്റെ ചില ചേഷ്ടകൾ അദ്ദേഹത്തിലുണ്ട്. പിന്നെ റിയൽ ലൈഫിൽ ഒരു ഡയറക്ടർ ആണല്ലോ. സ്പാല് ഭയങ്കര അടിപൊളി റോളാ. അതുപോലെ സൂക്ഷ്മദർശിനിയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു, പക്ഷെ കൂടെ അഭിനയിക്കുന്ന ആൾ അഭിനയത്തിന് പകരം ഫുൾ ടൈം ഉപദേശം. അങ്ങനെയാണെങ്കിൽ ഈ റോള് സ്വീകരിക്കോ അതോ അല്ലെങ്കിൽ അത് വിട്ടു പോവോ? കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സഹിച്ചങ്ങട്. അതിന് മുന്നേ പറയാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറയാ പിന്നെ ഞാൻ ഇല്ലെന്ന് പറയും. അങ്ങനെ വല്ല മൊമെന്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മടുത്ത് വേണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ എന്താ വെച്ചാല് സിനിമയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതായത് പലരും പല സ്വഭാവക്കാരാണ്, പലർക്കും പല സംസാര രീതികളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാവരും പെരുമാറാൻ പാടുള്ളൂ എന്ന് സിനിമയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ. പിന്നെ രാവിലെ നമ്മളെ വിളിച്ച് ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം വരെ നമ്മളവിടെ എന്തൊക്കെ സഹിച്ചാൽ ജീവിതത്തിൽ പിന്നെ നമുക്ക് എങ്ങനെയും ഒഴിവാക്കാന്ന് വിചാരിക്കാരെങ്കിലും. സിനിമയിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് തോന്നും അങ്ങോട്ട് പോണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ, നമ്മുടെ നിലനിൽപ്പിന് നല്ലത്. നമുക്ക് ഒരിക്കലും നമ്മൾ ഒരാളെയും നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരാൾക്ക് സന്തോഷം കിട്ടുന്ന ചെയ്യട്ടെ. നിങ്ങൾക്ക് ഒരു ദിവസം ഒളിച്ചോടാൻ തോന്നിയാൽ ഏത് സിനിമയിലെ ക്യാരക്ടറിന്റെ കൂടെ പോകും? ഏതായിരിക്കും? ഇത്രയും കാലം ചെയ്ത അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എവിടെ നിന്ന് ഇവിടെ നാട് വിട്ടു പോകാൻ. അതല്ല, അത് ഒളിച്ചോടാൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാലോ നമുക്ക്. അങ്ങനെ യാത്ര പോവാ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാന്ന് എന്തെങ്കിലും ആവട്ടെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ഏത് ക്യാരക്ടർ ആയിരിക്കും? എന്റെ ക്യാരക്ടർ? അതെ അതെ. ഞാനും എന്റെ ഒരു ക്യാരക്ടർ, ഞാൻ നമ്മുടെ ജനമലിലെ മാക്സിമം ഇവന്റ്സില് അക്ഷയ് കുമാറായിട്ട് അയാളുടെ കൂടെ പോകും. എന്താ അങ്ങനെ കാരണം? അയാളായിട്ട് എനിക്ക് കുറെ സംസാരിക്കാൻ പറ്റും, അയാളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. ഞാൻ പഠിച്ചിട്ടുണ്ട് അയാളെ, അതുകൊണ്ട് പോകുന്നില്ലേ. പിന്നെ അയാളെ എനിക്ക് നല്ലൊരു അധ്വാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് അതാണ് രസം. ഏത് ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിലുണ്ട്. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ കൂടെ. നമ്മുടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ആളുകൾ? ഇങ്ങനെ സിനിമയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? കാണുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആളുണ്ട് തോന്നിയിട്ടുണ്ട്? പേര് പറയുന്നില്ല. സ്വന്തമായി ചെയ്ത് തന്നെ അങ്ങനെ വരും ക്യാരക്ടർ വരും? അല്ല, അങ്ങനെ ഞാൻ റെഫറൻസ് ആയിട്ട് ചെയ്തതല്ല. പക്ഷെ ഇതുപോലത്തെ ആൾക്കാരുണ്ട്. എല്ലാ ഈവന്റിനും റെഡി ആയിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് തന്നെയാണ് ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ആ സിനിമയില്. അതെ. ഇതുവരെ ചെയ്തതിൽ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്ന് സ്വയം തോന്നിയ ഒരു സീൻ ഏതായിരിക്കും? ഇതൊക്കെ എങ്ങനെ ഞാൻ ഒപ്പിച്ചു തോന്നി? അഞ്ചാം പാതിര. എന്തായിരിക്കും കാരണം? കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ ഞാൻ ചെയ്തത്? അതായത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ടേ അങ്ങനെ തോന്നിണ്ടാവും അല്ലേ? ഉണ്ട്. പിന്നെ എനിക്ക് അത്ര കുറച്ചും കൂടെ, പക്ഷെ അഞ്ചാം പാതിര കുറെ കൂടെ ഒക്കെ ഒരു ഫിസിക്കലി ഒക്കെ തോന്നേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എങ്ങനെ ചെയ്തു എനിക്കറിയാം. ഒപ്പിച്ചു അല്ലേ? കുറെ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ അതെല്ലാം എന്താ സംഭവം വെച്ചാൽ ഡൂപ്സ് എടുത്തിട്ട് മറ്റേ തറയിലൊക്കെ എടുത്തിട്ട് ഇടുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മളല്ല ചെയ്തത്. പക്ഷെ സിനിമ കാണുമ്പോ അവസാനമായിട്ട് ചോദ്യം, ഭയങ്കര സീരിയസ് ആയ ഡയലോഗ് പറയുമ്പോ പോലും ആളുകൾ തിയേറ്ററിൽ നിന്ന് ചിരിച്ച എന്തായിരിക്കും തോന്നുന്നത്? നമ്മള് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, പക്ഷെ ആളുകൾക്ക് ഒരു കോമഡി അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ കോമഡി ആയിട്ട് എടുത്തോ. അങ്ങനെ കോമഡി എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാ മതി. കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും നിങ്ങൾ നമ്മുടെ മുഖം നമ്മുടെ ഇത് അവരിൽ രജിസ്റ്റർ ആവുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അങ്ങനെ ഒരു പൊതുവെ സിനിമയിൽ അങ്ങനെ നമ്മൾ ആദ്യത്തെ ഷോനാണല്ലോ പോകണേ. എന്റെ സിനിമകളാണ്, ഞാൻ അഭിനയിച്ച സിനിമകളാണെങ്കിൽ നമ്മള് ഒരു ഫസ്റ്റ് ഷോനായിരിക്കുമല്ലോ പോവുക. നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കൂടുതൽ. അങ്ങനെ ആരും നമ്മൾ ഇരിക്കുമ്പോ നമ്മളെ അനുഭവമില്ല. പക്ഷെ അങ്ങനെ ഇപ്പൊ തോന്നുകയാണെങ്കിലും അതൊക്കെ പക്ഷെ അവരുടെ ടിക്കറ്റിന് അവരെടുത്ത് അവർക്ക് പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ, അവരുടെ നമ്മൾ ചെയ്യണം. അല്ലാതെ നമുക്ക് മാത്രം കണ്ടിരിക്കാനാണ് പിന്നെ ചെയ്യേണ്ട കാര്യം. പക്ഷെ ഒരു സിനിമ ചെയ്തിട്ട് കുറെ ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുന്ന സമയത്തൊക്കെ വിഷമം ഉണ്ടാവാറുണ്ടോ? പിന്നെ ഉണ്ടാവാറുണ്ട്. വിഷമം എന്ന് പറഞ്ഞാ അതായത് ഇതല്ലേ, കുടിച്ച് കൂടുതലായി പോയോ എന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെ പറയുമ്പോ? ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അതായത് അത്രയ്ക്ക് മോശമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നാത്ത പല സിനിമകളും
അത്ര രീതിയിൽ പറയുമ്പോൾ പറയണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിന്നെ രീതികളൊക്കെ ആൾക്കാരുടെ ഭാഷയൊക്കെ കുറച്ച് വ്യത്യസ്തമാണല്ലോ. ആ അതെ അത് ഞാൻ റിവ്യൂവേഴ്സിനെ കുറിച്ച് മാത്രമല്ല, നാട്ടുകാരുടെ പൊതുവെ അതെ. നാട്ടുകാരുടെ സംസാരത്തിലും ഒക്കെ വരുന്ന പ്രയോഗങ്ങള്, ഭാഷകള്. ഇപ്പൊ ഒരു നല്ലൊരു സാധനത്തിന് ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നത് ഒരു 20 കൊല്ലം മുന്നേ ഞാൻ കേട്ടിട്ടില്ല. ഇല്ല 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 അങ്ങനൊന്നുമില്ല. അങ്ങനെ സംഭവം ഇല്ല. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എന്താ രക്ഷയില്ല, രക്ഷപ്പെടൂലേ, അങ്ങനെയല്ല നമ്മള് ചോദിക്കാം. പിന്നെ ഇപ്പൊ പറയുന്നത് ഫസ്റ്റ് ഹാഫ് ലാഗ് ആയിരുന്നു. ഈ ലാഗ് അല്ലെങ്കിൽ അത് മറ്റേത് പിന്നെ ഒരു ടെക്നിക്കൽ. പക്ഷെ അത്തരത്തിലുള്ള പ്രയോഗങ്ങള് മറ്റേ വർക്കായില്ല. ഇയാക്കെന്താ വയ്യേ, വയ്യേ വയ്യ അതുണ്ട് അപ്പൊ അതുണ്ട്. അങ്ങനത്തെ പുതിയ പുതിയ സംഭവങ്ങൾ വന്നതുകൊണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഒരു ജനറേഷനിൽ അത് അങ്ങനെ ഒരു പ്രയോഗം ഇല്ല ഇല്ലായിരുന്നു. ഇല്ല 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 ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഭാഷകളൊക്കെ റിവ്യൂവിൽ കയറി വരുന്ന സമയത്ത് നമ്മൾ ഒരു സങ്കടവും ഇതൊക്കെ തോന്നും. അതെ. മറ്റല്ലെങ്കിൽ നമുക്ക് വിമർശിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള കാര്യം ആർക്കും എത്രയോ കാലങ്ങളുടെ വിമർശനങ്ങളൊക്കെ ഇപ്പോഴും സ്വാഭാവികം. നമ്മൾ ചെയ്യുന്നൊന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല നമ്മൾ കാണുന്നത്. പക്ഷെ പൊതുവെ എന്താ പറയാ, ഇനി രാവണപ്രഭുവില് ലാലേട്ടൻ പറയുന്ന പോലെ ഒരു ഭാഷാശുദ്ധി വരേണ്ടിയിരിക്കുന്നു. അതെ ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളൊക്കെ വന്നോട്ടെ അല്ലേ. ഭാഷാശുദ്ധി ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ ആക്ടറായിട്ടൊക്കെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുക, ഇനിയിപ്പോ ഡയറക്ഷനിലോട്ട് പുതിയ എന്തെങ്കിലും പ്രൊജക്ട് ഒക്കെ ഡയറക്ഷന്റെ പ്ലാനുകളുണ്ട്. അറിയാലോ, സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് കാര്യങ്ങൾ ഒത്തുവരണം. അപ്പൊ അത് എല്ലാം കൂടെ ഒത്തൊരുമിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതെ. അപ്പോ ശരിക്കും നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യട്ടെ, അതുപോലെ തന്നെ ഡയറക്ഷൻ നല്ല നല്ല സിനിമകൾ സംവിധാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു.